ഹലോ എവരി വൺ, വെൽക്കം ടു ചിന്നു സ്വീറ്റ്സ് ആൻഡ് സ്പൈസി വേൾഡ്. ലോകത്തിലെ ഏറ്റവും ആരോഗ്യകരമായ ചായ, രുചികരമായ ഹെൽത്തി ചായ, ഇങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ കൊണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്ന സുന്ദരി. ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളയെ നിന്നെ ഓർമ്മ വരും. പക്ഷെ ഇപ്പോൾ സത്യത്തിൽ ആരോഗ്യത്തെയും സൗന്ദര്യത്തെയൊക്കെയാണ് ശംഖുപുഷ്പം കാണുമ്പോഴേ നമുക്ക് ഓർമ്മ വരിക. കാരണം സോഷ്യൽ മീഡിയയിൽ അത്രയേറെ പ്രചാരത്തിൽ നിൽക്കുന്ന ഒന്നാണ് ശംഖുപുഷ്പം. പ്രമേഹ രോഗികൾക്ക്, ബിപിക്ക്, വാർദ്ധക്യം തടയുന്നതിന്, ശരീരത്തിലെ വിഷപദാർത്ഥങ്ങളെ പ്രതിരോധിക്കുന്നതിന്, ശരീരത്തിലെ പഴുപ്പും നീർക്കെട്ടും ശരീരവേദനയും അകറ്റുന്നതിന്, ഇതിന്റെ ഇലയും പൂവും ഇട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് ആവി പിടിക്കുന്നത് തലവേദന വരെ മാറ്റി തരുമെന്ന് ആണ് പറയപ്പെടുന്നത്. ശംഖുപുഷ്പം ഉണക്കിയത് വെച്ചും ചായ തയ്യാറാക്കി കുടിക്കാം കേട്ടോ. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിനെ കുറയ്ക്കാനും, മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠ, ഉറക്കമില്ലായ്മ, വിഷാദം എന്നിവയ്ക്കും ഒക്കെ നല്ലതാണെന്ന് പറയുന്നു. തലച്ചോറിന്റെ ആരോഗ്യത്തിന്, അതുപോലെ തന്നെ പ്രായമാകുമ്പോൾ വരുന്ന ഓർമ്മക്കുറവിന് ഒക്കെ ഇത് വളരെ ഉത്തമമാണ്. ആ കൂടെ തന്നെ എന്താണ്, ചർമ്മത്തിന്, നമ്മൾ നല്ല ഗ്ലോ ഉള്ള ചർമ്മം കിട്ടുന്നതിനും ഒക്കെ ഇത് ഉപകാരപ്രദമാണെന്ന് പറയുന്നു. ഒരുപാട് ഉപകാരങ്ങളാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഉപകാരങ്ങൾ നോക്കുമ്പം നമുക്ക് യാതൊരുവിധ ചെലവുമില്ലാതെ വീട്ടിൽ ഇതുപോലെ 1-2 മൂട് എന്താ പറയുക, ശംഖുപുഷ്പം വെച്ച് പിടിപ്പിച്ചാൽ അല്ല എന്നും നമുക്ക് പൂ കിട്ടുകയും ചെയ്യും. ഇത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുന്ന ഒരൊറ്റ ചിലവ് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ചിലവുകളൊന്നും ഇല്ലാതെ നല്ല ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കാൻ സാധിക്കുമെങ്കിൽ നമുക്കൊരു ചുവട് വെച്ച് പിടിപ്പിക്കാം അല്ലേ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ചായ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. എളുപ്പമാണ്, എന്നാൽ നോക്കിയിട്ട് വരാം. ശംഖുപുഷ്പം പൂ പറിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതിന്റെ ഇപ്പം നെറ്റിൽ നോക്കിയാലും എവിടെ നോക്കിയാലും ഇതിന്റെ ഗുണങ്ങൾ, ഇത് ചായ ആക്കിയുള്ള ഗുണങ്ങളെ കുറിച്ചാണ്. നമ്മ നേരത്തെ ചായയായിട്ട് ഉപയോഗിക്കുന്നതാണോ? ഞാൻ നേരത്തെ വെള്ളം തിളപ്പിച്ച് കുടിക്കാറുണ്ട്. ചായ ആയിട്ടല്ലാണ്ട് വെള്ളം തിളപ്പിക്കാന്ന് നമ്മളിപ്പോ പറയാറുള്ളൂ അല്ലേ. അപ്പൊ ഇതിന്റെ ഗുണങ്ങൾ എന്നാക്കിയാ? ഇതിന്റെ എന്നാക്കിയ ഗുണങ്ങള്? ഇത് ഷുഗറിന് നല്ലതാണ്. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ കുറയ്ക്കും. പിന്നെ ചായ ആക്കിയിട്ട് നാരങ്ങാ നീര് ഒഴിച്ച് കുടിക്കുന്നത് ദഹിക്കുന്നതിന് നല്ലതാണ്, വയറിന് നല്ലതാണ്. പിന്നെ വണ്ണം കുറയാനും ഇത് നല്ലതാണ്. പിന്നെ വയസ്സാകുമ്പോൾ ഉണ്ടാകുന്ന ഓർമ്മക്കുറവിന്, ഓർമ്മശക്തി കൂടാൻ നല്ലതാണ്. ഓർമ്മശക്തി കൂടാൻ നല്ലതാണ്. ഈ അടിവയറ്റിലെ കൊഴുപ്പ് അതിനെ അരിയിച്ച് കളയുന്നതാണ്. ഇങ്ങനെ പല എല്ലാ തരത്തിലും. പ്രധാനമായിട്ട് ഇപ്പൊ പറയുന്നത് പ്രഷർ, കൊളസ്ട്രോൾ, ഷുഗർ ഒക്കെ ആണല്ലോ എല്ലാവർക്കും ഉള്ളതാണ്. ഇതിപ്പം മുറ്റത്തൊരു ചെടി നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാൽ ഡെയിലി ഇത് പൂ ഉണ്ടാവുകയും ചെയ്യും. ആവശ്യത്തിന് എന്നും ചായ ആയിട്ട് കുടിക്കുകയും ചെയ്യാം. പിന്നെ ഇതിന്റെ വേര് എന്തൊക്കെ ഗുണങ്ങളുണ്ടല്ലേ? വേര് അരച്ച് കലക്കി പശുമ്പാലി കുടിച്ചാല് വയറ്റിലൊഴിച്ചില്ല വയറ്റിൽ നിന്ന് പോകാത്തവർക്ക് പോകാൻ നല്ലതാണ്. ഈ സൗന്ദര്യവർദ്ധന നല്ലതെന്ന് പറയുന്നത്, സ്കിന്നിന് നല്ല തിളക്കം കിട്ടുമെന്നാ പറയുന്നത് വെള്ളം. അപ്പൊ സ്കിന്നിനെ ശ്രദ്ധിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ചിലവൊന്നും ഇല്ലാണ്ട് ഉള്ള ബ്യൂട്ടി പാർലറിലൊക്കെ കൊണ്ട് കാശ് കൊടുക്കാതെ എല്ലാത്തിനും ഗുണമുണ്ട്. ആ കൂടെ സ്കിന്ന് നല്ല തിളങ്ങി നിൽക്കാനായിട്ടൊക്കെ ഇത് വെള്ളമാക്കി കുടിക്കുന്ന നല്ലതാണ് അല്ലേ. അമ്മ ഇതിന് ഒരു പ്രത്യേക രീതിയിലല്ലേ ചായ വെച്ച് കുടിക്കാറ്? നമ്മൾ സാധാരണ ചായ എന്ന് പറയുന്നത് ഇത് തിളപ്പിച്ചിട്ട് അതിൽ ഊറ്റിയിട്ട് എന്തെങ്കിലും ഇച്ചിരി മധുരം എന്തെങ്കിലും ഇട്ട് കുടിക്കാന്നാ പറയാം. അപ്പൊ അമ്മ അതിനൊരു പ്രത്യേക രീതിയിലാണ് ചായ വെക്കുന്നതെന്ന് പറയാറുണ്ട്. അപ്പൊ നമുക്ക് ആ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം അല്ലേ. ചായ വെച്ച് നോക്കാം. 3 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ശംഖുപുഷ്പത്തിന്റെ പൂ ഇട്ട് കൊടുക്കുകയാണ്. കഴുകിയിട്ടിട്ട് കൊടുക്കാം അല്ലേ? കഴുകി കൊണ്ടുവന്നാണ് അതിട്ടു. നമ്മള് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, ശംഖുപുഷ്പം ഇട്ട് ഈ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ച് അത് വാങ്ങി വെച്ചിട്ട് അതിൻ്റെ അകത്തിട്ട് ഇളക്കിയിട്ട് അരിച്ചെടുത്ത് വേണം നമുക്ക് ഉപയോഗിക്കാൻ. ഇട്ട് തിളപ്പിക്കാൻ പാടില്ല. ഇട്ട് തിളപ്പിച്ചാൽ അതിന് കയ്പ്പ് വരാൻ സാധ്യതയുണ്ട്. നമ്മൾ തിളപ്പിച്ച് വെച്ച വെള്ളം ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചിയിട്ട് ഇളക്കി അതിനെ നമുക്ക് അരിച്ചെടുക്കാം. ഇത് നാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. അതിൻ്റെ നാരങ്ങയുടെ കുരുവൊക്കെ മാറ്റാൻ വേണ്ടി നമുക്ക് ഒന്നുകൂടെ അരിച്ചെടുക്കാം. കളറ് മാറിയിട്ടുണ്ട്, ചെറുതായിട്ട് കളറ് മാറിയിട്ടുണ്ട്. ഒരു ലൈറ്റ് വയലറ്റിൽ ഒരു ഡാർക്ക് ബ്ലൂ പോലെ ആയിട്ടുണ്ട് അല്ലേ? അതെ, നമുക്ക് ഒന്നുകൂടെ അരിച്ചെടുക്കാം ഈ നാരങ്ങയുടെ കുരുവൊക്കെ മാറാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോ ഇതില് മധുരം ഒന്നും ചേർത്തിട്ടില്ല. മധുരം വേണ്ടവർക്ക് തേനോ അല്ലെങ്കിൽ പഞ്ചസാരയോ എന്നാ വെച്ച് ചേർക്കാം അല്ലേ? പഞ്ചസാരയോ പിന്നെ ഉപ്പിട്ട് ഉപയോഗിക്കാൻ മേലാത്തവർക്ക് ഉപ്പിട്ട് ഉപയോഗിക്കാം. ഒന്നിന്റെ ആവശ്യമില്ല, ഒന്നുമില്ലേലും കുഴപ്പമൊന്നുമില്ല, കുടിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇത് വീടിന്റെ മുറ്റത്ത് ഒരു ചെടി അല്ലെ, ഒരു ചെടി വെച്ച് പിടിപ്പിച്ചാൽ ഡെയിലി ആവശ്യത്തിനുള്ളത് കിട്ടും. അപ്പോൾ ഒരെണ്ണം വെച്ച് പിടിപ്പിക്കുക. പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല, ഗുണങ്ങൾ ഒരുപാടാണ്. അപ്പം
ഇത് വെച്ച് പിടിപ്പിച്ച് ഡെയിലി ചായ വെച്ച് കുടിക്കുക. അതെ ചായ വെച്ച് കുടിക്കുക. അപ്പം ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.